ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുരു. കെ.സി. വേണുഗോപാലിന്റെ ഓരോ മണ്ടൻ തീരുമാനങ്ങൾ കാരണം ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഉള്ള സീറ്റുകൾ കൂടെ നഷ്ടപ്പെടുകയും വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ.സി. വേണുഗോപാലിനെ മാറ്റാൻ കോൺഗ്രസിലെ കുറച്ച് വിവരമുള്ള നേതാക്കൾ പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. 9 വർഷത്തോളമായി കെ.സി. വേണുഗോപാൽ ഈ പദവിയിലിരിക്കുന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. ഇനി അധികകാലം ഇരിക്കാൻ കഴിയില്ല എന്ന് കെ.സി. വേണുഗോപാലിന് മനസ്സിലായതോടുകൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടിയത്. കെ.സി. മുഖ്യമന്ത്രിയായാൽ ഉപതെരഞ്ഞെടുപ്പ് വരും. എന്നാൽ അതിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കില്ല, കെ.സി. വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്ന് കോൺഗ്രസിലെ പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തോടെ പറഞ്ഞതോടെയാണ് ഹൈക്കമാൻഡിന് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. കൂടാതെ ജനവികാരം, കോൺഗ്രസ് പ്രവർത്തകരുടെ താല്പര്യം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. കെ.സി. വേണുഗോപാല് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമില്ല എന്ന് ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞത് ഹൈക്കമാൻഡിന് ഒന്ന് ചിന്തിക്കാൻ കുറച്ചും കൂടി സമയമെടുത്തു. അതോടെയാണ് ഹൈക്കമാൻഡ് യു ടേൺ എടുത്തതും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ സകല അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിച്ചവൻ, ഭടന്മാരെ നയിച്ചവൻ ഇനി അങ്ങോട്ട് കേരളം ഭരിച്ചാൽ മതി എന്ന ഒരു അന്തിമ തീരുമാനമാണ് ഇന്ന് രാവിലെയോടുകൂടി ഹൈക്കമാൻഡ് എടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 10 ദിനം അങ്ങനെ ആ പ്രഖ്യാപനമെത്തി. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന പ്രഖ്യാപനമാണ് ഇന്ന് 12 മണിയോടുകൂടി വന്നത്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനെയും മറികടന്ന് വി.ഡി. സതീശൻ എന്ന ഒറ്റ പേരിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം എത്തി നിൽക്കുകയാണ്. എം.എൽ.എമാരുടെ ഭൂരിപക്ഷവും ഗ്രൂപ്പ് സമവാക്യങ്ങളും സീനിയോറിറ്റി പരിഗണനകൾക്കപ്പുറമെല്ലാം പൊതുവികാരം വി.ഡിക്കാണ് എന്നതും അത് കാണാതിരിക്കാൻ കഴിയുകയില്ല എന്നും എ.ഐ.സി.സി അടിവരയിട്ട് പറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, തെരുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പോര് എത്തി നിൽക്കുന്നു. അതായത് തെരുവിൽ വരെ വി.ഡി. സതീശന്റെ പേര്, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കേരളത്തിലെ ഓരോ ജില്ലകളിലും ഫ്ലക്സും പ്ലക്കാർഡുകളും ബാനറും പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ പോയി. ആ ഒരു ജനവികാരം മാനിച്ചുകൊണ്ടാണ് എ.ഐ.സി.സി ഒരു നേതൃത്വം ഒരു പ്രഖ്യാപനത്തിലേക്ക് വന്നത്. മുതിർന്ന നേതാക്കൾ ദിവസങ്ങളോളം നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഒരു തീരുമാനമുണ്ടായത്. എം.എൽ.എമാരുടെ വലിയ പിന്തുണ കെ.സിക്ക് ഉണ്ടെങ്കിലും അത് മാത്രം മാനദണ്ഡമാക്കി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാവില്ല എന്ന വിലയിരുത്തലിൽ നേതൃത്വം ഒടുവിലെത്തി. ഘടകകക്ഷികളുടെ അഭിപ്രായവും പൊതുവെയുള്ള ജനവികാരവും കൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്നത് വ്യക്തം. അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ എത്തുകയാണ്. വി.ഡി. സതീശന് ലഭിച്ച അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന യാഥാർത്ഥ്യം നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 5 വർഷം സതീശൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് യു.ഡി.എഫിനുണ്ടായ ഈ വിജയം. വിവാദങ്ങൾ പ്രതിപക്ഷത്തിന് നേരെയും ഉയർന്നെങ്കിലും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകാൻ സതീശന് സാധിച്ചു. സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചു. ഉറച്ച തീരുമാനമെങ്കിൽ അത് ഉറപ്പായും ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന് പാർട്ടിയിലെയും മുന്നണിയിലെയും നേതാക്കളെ ബോധ്യപ്പെടുത്തി ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹം കാണിച്ച മിടുക്കാണ് യു.ഡി.എഫിന്റെ തലവര മാറ്റി തുടങ്ങിയത്. അങ്ങനെയാണ് തകർന്നു കിടന്ന യു.ഡി.എഫിനെ ഭരണമാറ്റത്തിന് കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാക്കി സതീശൻ പൊളിച്ചു പണിതത്. ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ തകർത്ത് തദ്ദേശത്തിൽ യു.ഡി.എഫ് അടിത്തറ ശക്തിപ്പെടുത്തിയപ്പോൾ തന്നെ ഈ മാറ്റം പ്രകടനമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ രീതിയിൽ വരെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് യു.ഡി.എഫ് രാഷ്ട്രീയത്തിൽ സതീശൻ ഉണ്ടാക്കിയ ഒരു മാറ്റം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ തന്നെ സന്ദർശിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ സതീശൻ അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. നിലപാടുകളിൽ വിട്ടുവീഴ്ചകളില്ലാതെയാണ് സതീശൻ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയത്. അതും ഒരു വലിയൊരു മാറ്റത്തിന് വഴിവെച്ചു.